إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة كل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹാദരണീയരായ വിശ്വാസിനികൾ, അല്ലാഹുവിൽ തഖ്വയുള്ളവരായി സൂക്ഷ്മത ബോധത്തോടുകൂടി ജീവിക്കുന്നവരായി ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുകയും അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാണ്. പരിശുദ്ധ റമളാൻ വെളിപ്പാടകലെ വന്നു നിൽക്കുമ്പോൾ ശുദ്ധീകരിച്ച കർമ്മങ്ങളുമായി റമളാനിലേക്ക് പ്രവേശിക്കണമെന്ന് കർമ്മങ്ങൾ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവനിൽ സംഭവിക്കുന്ന 5 തരത്തിലുള്ള കർമ്മങ്ങളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം റമദാനിലേക്കുള്ള ഒരു പ്രവേശിക എന്ന നിലക്ക് മറ്റൊരു ഭാഗത്തെ വിഷയത്തിൻ്റെ മറ്റൊരു ഘട്ടത്തെ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ നിരന്തരമായി ആവശ്യത്തിന് തികഞ്ഞതാണ്. ആവർത്തിച്ചുള്ള ആ കൽപ്പനാ പ്രയോഗത്തിൽ നിന്ന് ആ വിഷയത്തിന്റെ ഗൗരവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഖായത്ത് എന്ന അറബി പദത്തിൽ നിന്നാണ് തഖ്വ എന്ന് പറയുന്ന പദം നിഷ്പന്നമാകുന്നത്, അത് ഉണ്ടായിത്തീരുന്നത്. വിഖായത്ത് സെക്യൂരിറ്റിയാണ്, പ്രൊട്ടക്ഷനാണ്, സുരക്ഷയാണ്, സംരക്ഷണമാണ്. ഒരു വ്യക്തി എന്തിനെയാണോ പേടിക്കുന്നത്, ആ പേടിക്കുന്നത് സംഭവിച്ചു പോകാതിരിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന സുരക്ഷക്കാണ് അറബിയിലെ വഖാ എന്ന് പറയും. അതിൽ നിന്ന് വിഖായത്ത് ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ദുഖാൻ 44-ാം അധ്യായം 56-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതതൽ ഊലാ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന കുറെ സൗകര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയാം.
51-ാമത്തെ ആയത്ത് മുതൽ. അതിനിടക്കാണ് അള്ളാഹു പറയുന്നത്, സ്വർഗലോകത്ത് വെച്ച് ആളുകൾ അവർക്ക് മരണം സംഭവിക്കുകയില്ല, അവരുടെ ആദ്യ മരണമല്ലാതെ. വഖാഹും, അള്ളാഹു അവരെ സംരക്ഷിക്കുന്നതാണ്. വഖാ എന്ന പ്രയോഗിച്ചു. വഖാഹും അദാബുൽ ജഹീം, ജഹീമിന്റെ അദാബിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംരക്ഷണമേകുമെന്ന്. ഇങ്ങനെ താൻ ഭയപ്പെടുന്നതിൽ നിന്ന് തനിക്ക് വേണ്ടി താൻ സ്വീകരിക്കുന്ന സുരക്ഷ, അത് സ്വീകരിച്ചവൻ, ആ സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചവൻ, അവനാണ് മുത്തഖി. അവന് വേണ്ടിയാണ് നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. കാരണം റബ്ബിന്റെ നരകമാകുന്ന അദാബിനെ സംബന്ധിച്ച് അവന് ഭയമുണ്ടായിരുന്നു. അവിടേക്ക് എത്താതിരിക്കാനുള്ള സർവമാന സുരക്ഷകളും ജീവിതത്തിന്റെ സകലമാന സന്ദർഭങ്ങളിലും അവനത് കാത്തു സൂക്ഷിച്ച് പാലിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇമ്രാനിന്റെ 133-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതി വൽ അർള്. സാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു വരണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗ്ഗത്തിലേക്കും. എന്താണ് അതിന്റെ സ്വർഗ്ഗത്തിന്റെ പ്രത്യേകത? അർളുഹസ് സമാവാതി വൽ അർള്, അത് ആകാശങ്ങൾ, അത് ഭൂമി, അത്രമാത്രം വിശാലമാണത്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. അത് റെഡിയാണ്, സ്വർഗം റെഡിയാണ്. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അഖീദയാണ്. സൃഷ്ടിപ്പ് പൂർത്തിയായിട്ടുണ്ട്, ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടി? അത് തഖ്വ, ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ആളുകൾക്ക് വേണ്ടി. വിശുദ്ധ ഖുർആൻ സൂറത്ത് അശ്ശുഅറാ 88, 89, 90 വചനങ്ങളിലൂടെ അല്ലാഹു പറയുന്നു, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. മാല്, ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഉപകാരം ചെയ്യാത്ത ഒരു ദിവസം. അന്നേ ദിവസം ആ തനിക്ക് ഭൂമിയിലുണ്ടായിരുന്ന സമ്പത്തും സന്താനങ്ങളും സ്വാധീനങ്ങളും ഒന്നും ഉപകാരപ്പെടാതെ അതിൽ നിന്ന് ഒരു എക്സംഷൻ ആർക്കാ? ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം, സലീമായ, കുറ്റവിമുക്തമായ, കുറ്റമറ്റ ഹൃദയവുമായി റബ്ബിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന ആളുകൾ. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തെ അന്ന് അടുപ്പിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു വന്നത്. തഖ്വ എന്ന് പറയുന്ന നിർവചനങ്ങൾ ആ പദത്തിന് നൽകിയിട്ടുണ്ട്. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഒരു അടിമ, ആ അടിമ തനിക്കും താൻ ഭയപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം മോചനത്തിനു വേണ്ടി അവൻ എന്താണോ കൽപ്പിക്കപ്പെട്ടത്, കൽപ്പിക്കപ്പെട്ട നന്മകൾ പ്രവർത്തിക്കുകയും അവൻ എന്താണോ വിരോധിക്കപ്പെട്ടത് ആ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നരകത്തെ സംബന്ധിച്ചുള്ള ശക്തമായ ഭയപ്പാടോടുകൂടി ഏത് സമയവും ആ ഭയപ്പാട് വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നതിനാണ് തഖ്വയുള്ള ജീവിതം എന്ന് പറയുന്നത്. ഉസൈമീൻ റഹിമഹുല്ലാ, ആധുനികനായ സലഫി പണ്ഡിതൻ, അദ്ദേഹം വിശദീകരിക്കുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായി സ്വീകരിച്ചു, അവന്റെ വിരോധനങ്ങളെ പൂർണ്ണമായി വർജിച്ച് ശിക്ഷയിൽ നിന്ന്, അദാബിൽ നിന്നുള്ള സുരക്ഷ സ്വീകരിക്കലാണ് തഖ്വ എന്ന് പറയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം തഖ്വയെ സംബന്ധിച്ച് പറഞ്ഞത്, മുള്ളുകളുള്ള ഒരു വഴി എങ്ങനെ നടക്കുക? ആരും ഓടാറില്ല. അവൻ കണ്ണുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കും താഴേക്ക്. അവന്റെ വസ്ത്രം കയറ്റി പിടിക്കും. അവന്റെ നടത്തത്തിന് ഒരു വേഗത കുറവുണ്ടായിരിക്കും. ഒരു മുള്ളു പോലും തന്റെ വസ്ത്രത്തിലോ തന്റെ ശരീരത്തിലോ സ്പർശിക്കാതിരിക്കാൻ വേണ്ടി ഏതൊരു തരത്തിലുള്ള സൂക്ഷ്മത വെച്ചു പുലർത്തിക്കൊണ്ടാണോ അവൻ ജീവിക്കുന്ന, അവൻ യാത്ര പോവുക, നടന്നു പോവുക, അങ്ങനെ നടക്കുന്നതിനാണ് തഖ്വയുള്ള ജീവിതം എന്ന് പറയും. പൂർവികരായ സ്വഹാബെ കിറാം ഈ ഒരു ആശയത്തെ, തഖ്വയുടെ അതിന്റെ മർമ്മത്തെ അവർ ഉൾക്കൊണ്ടവരായിരുന്നു. അവർ അതിനനുസരിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു. ഹലാലിനെയും ഹറാമിനെയും
ഷിർക്കിനെയും തൗഹീദിനെയും സുന്നത്തിനെയും ബിദ്അത്തിനെയും പരസ്പരം വളരെ കൃത്യമായി വേർതിരിക്കുന്ന ഒരു മാനദണ്ഡം അവരുടെ മുൻപിലുണ്ടായിരുന്നു. അവർക്ക് അനുവദനീയമായ ഹലാലുകളിൽ നിന്ന് അതെങ്ങാനും ഹറാമായി പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഹലാലിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു വിരക്തമായ ജീവിതം അവർ നയിച്ചു. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിൽ കാലഘട്ടത്തിൽ മാത്രമാണ്. മരണം യാഥാർത്ഥ്യമാണ്, മരണാനന്തര ജീവിതവും യാഥാർത്ഥ്യമാണ്, വിചാരണ യാഥാർത്ഥ്യമാണ്. അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ്. ആ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ അനുവദനീയമായ മേഖലകളിൽ പോലും വിരക്തമായ ഒരു ജീവിതം നയിക്കാൻ തഖ്വ എന്ന് പറയുന്ന പദത്തിന്റെ ആശയം അത് ഹൃദയത്തിനകത്ത് ഉൾക്കൊണ്ട പൂർവികരായ ആളുകൾ സ്വീകരിച്ചു. അതുകൊണ്ട് അവരുടെ നമസ്കാരത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഹിജ്റ പോകേണ്ട സന്ദർഭം ഉണ്ടായപ്പോൾ അവർ ഹിജ്റ പോകാൻ സന്നദ്ധരായി. ജിഹാദിന് വേണ്ടിയുള്ള വിളിയാളം ഉണ്ടായപ്പോൾ ജീവിതത്തെ, തന്റെ ശരീരത്തെ ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കാൻ അവർ തയ്യാറായത് അവർ നരകത്തെ കുറിച്ചുള്ള ഒരു സുരക്ഷ തനിക്ക് വേണ്ടി സ്വീകരിച്ചത് കൊണ്ടായിരുന്നു. സമ്പത്ത് എവിടെയാണോ ചെലവഴിക്കപ്പെടേണ്ട മുഴുവൻ മേഖലകളിലും ആവശ്യമായ വിധത്തിൽ ചെലവഴിക്കാൻ അവർ സംരക്ഷിച്ചു. അവർ സ്വയം മാതൃകയായി സ്വീകരിച്ചു. അവരെ അടുത്ത തലമുറയുടെ മുൻപിൽ മാതൃക യോഗ്യരായി. സ്വന്തം മക്കളെ ആ തഖ്വയുടെ വഴിയിലൂടെ നടത്താനുള്ള പരിശ്രമങ്ങൾ അവർ ഏർപ്പെട്ടു. സുബഹി ജമാഅത്തിനു വേണ്ടി പള്ളിയിലേക്ക് ഹാജരായ പ്രവാചകന്റെ സഹാബി എഴുന്നേറ്റ് ഓടുകയാണ്. എവിടേക്കാ? വീട്ടിലേക്ക്, തന്റെ വീട്ടിലേക്ക്, തന്റെ അപ്പുറത്തുള്ള മറ്റൊരാളുടെ ഈത്തപ്പന മരത്തിൽ നിന്ന് പഴുത്തു ഭാഗമായി തന്റെ വീട്ടിലേക്ക്, തന്റെ സ്വന്തം പറമ്പിലേക്ക് വീഴുന്ന ആ ഈത്തപ്പഴം എടുത്ത് ഹറാമായ മറ്റൊരുത്തന്റെ എന്റെ മകന്റെ വയറ്റിനകത്തേക്ക്, ആമാശയത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടിയില്ലെന്ന സൂക്ഷ്മതാബോധം അവർ വെച്ചു പുലർത്തി. അവർ മക്കളെ ആ രൂപത്തിൽ മാതൃകായോഗ്യമായ ഒരു ജീവിതത്തെ അവർ കാഴ്ചവെക്കുകയും ചെയ്തു. ശുദ്ധ ഖുർആൻ ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേര് സൂറത്തു ദുആ എന്ന്. ഒരുപാട് പേര്, 30-ലധികം പേരുകൾ പണ്ഡിതന്മാര് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പഠിപ്പിച്ചു. ഇഹ്ദിനാ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണമേ, ഞങ്ങളെ ഹിദായത്തിലൂടെ നീ വഴി നടത്തണമേ. ഏതാ ഹിദായത്ത്? ഏതാണ് ഹിദായത്ത്? അള്ളാഹു കാണിച്ചു തന്ന ഹിദായത്ത് മാർഗമാണ്. അത് ഖുർആനിന്റെ വഴിയാണ്. ആ ഖുർആൻ ആർക്കുള്ളതാ? ഖുർആൻ ഹുദൻ ലിന്നാസ്, മനുഷ്യർക്കുള്ളതാ. മനുഷ്യർക്ക് വേണ്ടിയാണ് ഇറക്കിയത്. പക്ഷെ മനുഷ്യർക്ക് എല്ലാവർക്കും അത് ഫലപ്പെടുകയില്ല. ആ ഹുദ, റബ്ബിനോട് ചോദിക്കുന്ന ഹുദ, അത് റബ്ബ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഹുദയിൽ ചലിക്കാനുള്ള തൗഫീഖ് അത് ഹുദൻ ലിൽ മുത്തഖീൻ എന്ന് ഫാത്തിഹ കഴിഞ്ഞ അടുത്ത സൂറത്തില് ആ ഹുദയെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനവും വിശദീകരണവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് റബ്ബിനെ സൂക്ഷിക്കണം, അവന്റെ കൽപ്പനകളെ സൂക്ഷിക്കണം, അവന്റെ നരകത്തിൽ നിന്നുള്ള ഒരു വിഖായത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി അനുസരിച്ച ജീവിതം നയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ ഹിദായത്ത് ഫലപ്പെടുകയുള്ളൂ. അവർക്കത് തലയിലേക്ക് കയറൂ. അവർക്ക് അതിന്റെ ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കൂ. ഒരിക്കലും അവന്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അവന് ലഭ്യമാവുകയില്ല. ആരാണ് മുത്തഖി? സൂറത്ത് ബഖറയുടെ തുടക്ക ഭാഗത്ത് 2 മുതൽ 5 വരെയുള്ള ആയത്തുകളിലൂടെ അവന്റെ 5 ലക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ എത്ര നോമ്പെടുത്തിട്ടുണ്ട്? ആ നോമ്പിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എല്ലാ കൊല്ലവും വിശദമായി കേൾക്കുന്നതാണ് നമ്മൾ. ലഅല്ലക്കും തത്തഖൂൻ, അവർ മുത്തഖികളായി തീരുന്നതിന് വേണ്ടിയാണ് നോമ്പ് എന്നുള്ളത്. 1 കൊല്ലം കഴിഞ്ഞ്, 2 കൊല്ലം കഴിഞ്ഞ്, 10 കൊല്ലം, 20 കൊല്ലമൊക്കെ നോമ്പെടുത്തിട്ട് ആ തഖ്വയുടെ ലക്ഷണങ്ങളിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടോ? ഖുർആൻ എടുത്ത് മറിച്ച് മുത്തഖിയുടെ ലക്ഷണം നമ്മൾ പഠിക്കണം. എന്തിനാണെന്നറിയോ? ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ എന്ന് അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. സ്വർഗം എന്ന് പറയുന്നത് മുത്തഖികൾക്ക് വേണ്ടിയുള്ളതാണ്. എന്താ മുത്തഖിയുടെ ഗുണവിശേഷണങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവൻ ഗൈബിൽ ഈമാനുള്ളവനാണ്. ഈമാൻ തസ്ദീഖാൻ, ഇഖ്റാറാൻ, സത്യപ്പെടുത്തലാണ്, അംഗീകരിക്കലാണ്, കീഴൊതുങ്ങലാണ്. വായ കൊണ്ട് വിളിച്ചു പറയലല്ല, അതും പെടും. ഖൗലുൻ ബിൽ ലിസാൻ, അത് ഈമാനിന്റെ ഭാഗമാണ്. നാവ് കൊണ്ട് മൊഴിയുക എന്നുള്ളത്. വതസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലും. വഅമലുൻ ബിൽ ജവാരിഹ്, അമലുൻ ബിൽ അർകാൻ, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് പ്രകടമാകേണ്ടതാണ് ഈമാൻ. നമസ്കാരം ഈമാനിന്റെ ഭാഗമാണ്. നമസ്കരിക്കുന്നവനാണ് മുഅ്മിൻ, അവനാണ് മുത്തഖി.
അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ അദൃശ്യമായ വാർത്തകളിൽ, വിജ്ഞാനങ്ങളിൽ, അള്ളാഹുവുമായി ഇസ്ലാമുമായി ബന്ധപ്പെട്ട അദൃശ്യപരമായ കാര്യങ്ങളിലുള്ള ശക്തമായ വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, മരണാനന്തരം ഖബറടക്കം ചെയ്യപ്പെട്ടാൽ മലക്കുകൾ വിചാരണയ്ക്ക് വേണ്ടി വരും എന്ന് വിശ്വസിക്കണം. വെറുതെ വിശ്വസിച്ച് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചാൽ പോരാ, അതിനു വേണ്ടിയുള്ള ഒരുക്കം ശരീരം കൊണ്ട് ഒരുങ്ങും. അവനാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യുഖിനൂൻ. അവൻ നമസ്കരിക്കുന്നവനാണ്, അവന് നൽകപ്പെട്ടതിൽ നിന്ന് അവൻ ചെലവഴിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഇറക്കപ്പെട്ടതിലും മുൻകാല പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ടതിലും കൃത്യമായി വിശ്വസിക്കുന്നവനാണ്. അവൻ അന്ത്യനാളിനെ സംബന്ധിച്ച് ദൃഢമായ വിശ്വാസമുള്ളവനാണ്. അത് മുത്തഖിയുടെ ഗുണമാണ്. ഈ ഗുണവിശേഷണങ്ങൾ നമ്മിലുണ്ടോ എന്ന് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാ. കഴിഞ്ഞ ഒരു കൊല്ലക്കാലം എന്തിനു വേണ്ടി നോമ്പെടുത്തു എന്നുള്ളത്. നോമ്പ് മാത്രമല്ല, നമസ്കരിക്കുക എന്നത്, അതിൽ കൃത്യത വരുത്തുക എന്നുള്ളത്, അതിൽ സൂക്ഷ്മത വരുത്തുക എന്നുള്ളത്, അത് ഇഖ്ലാസോടുകൂടി നിർവഹിക്കുക എന്നുള്ളത്, അത് മുത്തഖിയുടെ ഗുണമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിച്ചു. അവിടെ മാത്രമല്ല, സൂറത്തുൽ ബഖറയുടെ 177-ാമത്തെ ആയത്തിൽ അല്ലാഹു വീണ്ടും പറയുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. കിഴക്കോട്ടേക്കോ പടിഞ്ഞാറോക്കോ, കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് മുഖം ഇങ്ങനെ വെറുതെ പിടിച്ച് തിരിക്കുക, അതിലൊന്നും പുണ്യല്ല. അതല്ല പ്രത്യേകിച്ച് പുണ്യം എന്ന് പറയുന്നത്. ആയത്തിറങ്ങിയത് ഖിബല മാറിയപ്പോഴാണ്. ഖിബല മാറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ ആളുകളോട് കഅബാലയത്തിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞു. കുറെ ആളുകൾ അനുസരിച്ച് കീഴൊതുങ്ങി. പിന്നെ കുറെ ആളുകൾ മുർത്തദായി പോയി. ദന്തുമത, കുറെ അങ്ങോട്ട് തിരിയ, കുറെ ഇങ്ങോട്ട് തിരിയ. അല്ലാഹു പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക എന്നതിലല്ല പുണ്യം. പുണ്യം എന്ന് പറയുന്നത് മൻ ആമന ബില്ലാഹ്, അത് അല്ലാഹുവിലുള്ള ഈമാനാണ്, ശക്തമായ ഈമാൻ. വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. 5 ഈമാൻ കാര്യങ്ങൾ അവിടെ എണ്ണി പറയുന്നു. വആതൽ മാല, സമ്പത്ത് നൽകല, ധനം ചെലവഴിക്കലാണ് ഈമാൻ എന്ന് പറയുന്നത്, പുണ്യം എന്ന് പറയുന്നത്. എപ്പോഴാ ചെലവഴിക്കേണ്ടത്? അലാ ഹബ്ബിഹി, അതിനോട് നല്ല ഹബ്ബുള്ള സമയത്ത്. ആവശ്യമില്ലാത്ത നേരത്തല്ല, ആവശ്യത്തിലധികം ഉണ്ട്, തിന്നാൻ വയ്യ, ഷുഗറാണ്, കൊളസ്ട്രോൾ ആണ്, സർവമാന രോഗങ്ങളാ, പ്രഷറാ, മര്യാദക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ പോലും സാധ്യമല്ല, വയസ്സായി, കുറെ പണം ബാക്കിയുണ്ട്, എന്നാ കുറച്ചങ്ങ് ചെലവഴിച്ചേക്കാം എന്നല്ല. ഏറ്റവും നല്ല ആരോഗ്യമുള്ള സമയത്ത്, അതിന് ഏറ്റവും അനിവാര്യതയുള്ള സമയത്ത്, അതിനോട് ഏറ്റവും കടുത്ത ഹുബുള്ള സമയത്ത്, മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഹുബ് വെച്ച് പുലർത്തുന്ന സാധനത്തിലൊന്ന് അത് സമ്പത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫജ്റിലും സൂറത്ത് ആദിയാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വബിനസ് സബീലി വസ്സായിലീൻ. ആർക്കാ ചെലവഴിക്കേണ്ടത്? അടുത്ത ബന്ധുക്കൾ, യതീമുകൾ, മിസ്കീനുകൾ, വഴിയാത്രക്കാരായ ആളുകൾ, ചോദിച്ചു വരുന്ന ആളുകൾ. വഫിൽ യഖാബ്, അടിമമോചനത്തിന്റെ വിഷയത്തിൽ ഈമാൻ ആദ്യം പറഞ്ഞു, സമ്പത്ത് ചെലവഴിക്കുന്നത് പിന്നെ പറഞ്ഞു. വഅഖാമസ്സലാത്ത് വഅതസ് സകാത്ത്, നമസ്കരിക്കുന്ന ആളുകൾ, സകാത്ത് നൽകുന്ന ആളുകൾ. വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ അഹദു, ഒരു കരാർ പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് അത് കൃത്യമായി പാലിക്കുന്ന ആളുകൾ. വസ്സാബിരീൻ, ക്ഷമയുള്ള ആളുകൾ. ഫിൽ ബൈസാഇ വല്ലറാഇ വഹീനൽ ബൈസ്, പ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ട്, ഏറ്റവും വലിയ ബുദ്ധിമുട്ടിന്റെ സമയമായ യുദ്ധ സാഹചര്യം, അവിടെയൊക്കെ ക്ഷമ കൈകൊള്ളുന്ന ആളുകൾ. ഉലൈകല്ലദീന സദഖു, അവരാണ് സത്യസന്ധന്മാർ. വഉലൈക ഹുമുൽ മുത്തഖൂൻ, നേരെ അള്ളാഹ് പിന്നെ പറയുന്നത് ഖിസാസിനെ കുറിച്ചാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർ ബിൽ ഹുർ
വൽ അബ്ദു ബിൽ അബ്ദി എന്ന് തുടങ്ങുന്ന വചനം ഖിസാസ്. ഇസ്ലാമില് ഒരാളൊരു അബദ്ധം ചെയ്താൽ, ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിന് അതേപോലെയുള്ള ഒരാളെ കണ്ണു പൊട്ടിച്ചു, തിരിച്ചു മറ്റവന്റെ കണ്ണു പൊട്ടി, ഒരാളെ കൈ വെട്ടി, തിരിച്ചു കൈ വെട്ടി, ഒരാളെ കൊന്നവനെ കൊല്ലുക, അതിനാണ് ഖിസാസ്. ആ ഖിസാസ് നിങ്ങൾ നടപ്പിലാക്കുന്നിടത്ത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുന്നതിന് വേണ്ടി ആ ഖിസാസിന്റെ മേഖലയിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന. ഖിസാസ് ചെയ്യുമ്പോ ഏറ്റക്കുറച്ചിലുണ്ടാവാൻ പാടില്ല. ചെയ്തിരുന്നു മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ. അവര് മാന്യന്മാർ, സമൂഹത്തിലെ താഴേക്കിടയിൽ ഉണ്ടായിരുന്ന ആളുകള് അവര് വ്യഭിചരിച്ചാൽ അവര് എറിഞ്ഞു കൊല്ലലും അടിയൊക്കെ നടത്തും. സമൂഹത്തിലെ ഉന്നത കുലജാതരായ ആളുകൾ അവര് വ്യഭിചരിച്ചാല് അവര് അടിക്കുക, കല്ലെടുത്തെറിയോ കൊലപാതകം നടത്തുകയൊന്നും ചെയ്യൂല. മറിച്ച് അവര് കഴുതപ്പുറത്ത് പുറംതിരിച്ചിരുത്തിയിട്ട് അങ്ങാടിയിലൂടെ ഒന്നിങ്ങനെ ചിറ്റിച്ച് അപമാനിച്ച് ഇവൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനെ തിരിച്ചു കൊണ്ടുവരും. ശിക്ഷയിൽ ഏറ്റക്കുറച്ചിലുണ്ടായി. അതുപോലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ തഖ്വ പാലിക്കണമെന്നാണ് പറഞ്ഞത്. ആ ആയത്ത് പറഞ്ഞ് തൊട്ട് താഴെ അടുത്ത ആയത്ത് വസിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അള്ളാഹു പറയുന്നു, കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് ഇൻ തറക ഖൈറൽ വസിയത്തു ലിൽ വാലിദൈനി വൽ അഖറബീൻ ബിൽ മഅറൂഫ് ഹഖ്ഖൻ അലൽ മുത്തഖീൻ. ഒരാൾ മരിച്ചു പോകുന്ന സമയത്ത് ഹഖായി അവൻ വസിയത്ത് ചെയ്യണം. നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരുന്നതിന് വേണ്ടി വസിയത്ത് ചെയ്യുന്നിടത്ത് മരിക്കുമ്പോ അനുവദനീയമായ ഒരാൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ ഹനിച്ചു കളയാൻ വേണ്ടിയുള്ള വസിയത്ത് ചെയ്യാൻ പാടില്ല. പല ആളുകളും ചെയ്യും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മദീനയിലേക്ക് ഒരാൾ വരുന്നുണ്ട്. 10 സ്ത്രീകളുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ, 10 ഭാര്യമാരനാണ്. ജാഹിലിയത്തിൽ കല്യാണം കഴിച്ചത്. റസൂലുള്ള പറഞ്ഞു, വേണ്ട 4 നിലനിർത്തി ബാക്കി 6 ആളെയും ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. ആ വ്യക്തി ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തില് മരിക്കാൻ വേണ്ടി കിടക്കുക. ആ മരിക്കാൻ വേണ്ടി കിടക്കുന്ന നേരത്തെ അയാൾ ആ 4 ഭാര്യമാരെയും തൊലാക്കല്ലേ. ഭാര്യമാർക്ക് സ്വത്തുനിന്ന് അവകാശം കിട്ടാതിരിക്കുക. പല ജാതി സർക്കസ് കളിക്കുന്ന ആൾക്കാർ ഭാര്യമാരെ തൊലാക്കല്ലുണവന്, കെട്ടിയ ആളെന്നെ പിന്നെയും കെട്ടണവന്, എന്തൊക്കെ ആളുകൾ കാട്ടിക്കോ. ശരീഅത്തുനിന്ന് പുറം ചാടാൻ വേണ്ടിയിട്ടുള്ള ട്രപ്പീസ് കളിച്ചുകൊണ്ടിരിക്കും. വസിയത്തുകളിൽ വലിയ കൃത്രിമത്വങ്ങൾ വരുത്തുന്ന ആളുകൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. 2 ആയത്തിലൂടെ വസിയത്തുമായി ബന്ധപ്പെട്ട നിയമം പഠിപ്പിക്കുക. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹഖ്ഖൻ അലൽ മുത്തഖീൻ, മുത്തഖികളുടെ മേൽ അതൊരു ബാധ്യതയാണ്. ആദ്യം ഖിസാസ് പറഞ്ഞ്, പിന്നെ വസിയത്ത് പറഞ്ഞ്, അതിന്റെ നേരത്താണ് പിന്നെ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ നോമ്പ് നോക്കേണ്ടത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മതയുള്ള ആളുകളായി തീരുന്നതിന് വേണ്ടിയാ. ഒരാൾ നോമ്പ് വെച്ചാൽ നല്ല സൂക്ഷ്മത ഉണ്ടാവും. എല്ലായിടത്തും സ്വയം നിയന്ത്രിക്കും അയാൾ. നോമ്പില്ലാത്ത നേരത്തെ ഓദ്യതുപോലെ ജീവിക്കും. അതിന് മുനാഫിക്കിന്റെ കർമ്മങ്ങളിലെ നിഫാഖാണത്. ഒരാൾ മുസ്ലിം ആവാതെ മുസ്ലിമായി ആണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരിക, തിരിച്ചു പള്ളിക്ക് തന്നെ പോയാൽ ഇസ്ലാം അല്ലാതെ ജീവിക്കുക, അത് അഖീദയിലുള്ള നിഫാഖാണ്. അവൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടില്ല, പുറത്തേക്ക് ചാടൂല. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. പക്ഷെ 2ാമത്തെ കാറ്റഗറി കർമ്മത്തിൽ ഉള്ള നിഫാഖിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സംഭവിച്ചു പോകാൻ പാടില്ല.
خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء أيها الناس മനുഷ്യരെ ഇത്തഖൂ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. അവനെ നിങ്ങൾ ഏകനായ ഒരൊറ്റ നഫ്സിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബായിട്ടുള്ള ആ അല്ലാഹ് ഉണ്ടല്ലോ, ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അതിൽ നിന്നാണ് മനുഷ്യകുലത്തെ റിജാലൻ കസീറൻ വനിസാഅ, ആണിനെയും പെണ്ണിനെയും ആണും പെണ്ണുമായി കൊണ്ടുള്ള വളരെ വിശാലമായ മനുഷ്യ തലമുറയെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ റബ്ബ്. ആയത്തിൽ വീണ്ടും അല്ലാഹ് പറയാ വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഖുതുബയുടെ പ്രാരംഭ ഭാഗത്ത് റസൂലുള്ളാഹി കേൾപ്പിക്കാറുണ്ടായിരുന്ന മറ്റൊരു വചനമാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, സൂറത്ത് ആലി ഇംറാനിലെ വചനം. അതുപോലെ തന്നെ സൂറത്ത് അഹ്സാബിന്റെ അവസാന ഭാഗത്തെ വചനം. ഒരുപാട് വചനങ്ങൾ തഖ്വയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൽപ്പനകൾ നിരന്തരമായി എവിടെ ആളുകൾ കൂടിയിരുന്നോ അവിടെയൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു ഇത്തഖുല്ലാ എന്നുള്ളത്. അതുകൊണ്ട് കേൾക്കാൻ ഇമ്പത്തിന് വേണ്ടിയുള്ള ഒരു ഭംഗിയുള്ള ഒരു പദപ്രയോഗമായി തഖ്വ എന്ന് പറയുന്ന പദത്തെ കാണാൻ പാടില്ല. മറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഉള്ളുള്ള വഴികളിലൂടെ എങ്ങനെയാണോ സൂക്ഷ്മതയോടെ നടക്കുക, അങ്ങനെ വിശ്വാസ കർമ്മ മേഖലകളിലുള്ള സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു ജീവിതത്തിനാണ് തഖ്വ എന്ന് പറയുക. അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് റബ്ബ് ഒരുക്കി വെച്ച സ്വർഗ്ഗലോകമാണ്. ആ ഒരു സ്വർഗം മാത്രമല്ല, മുത്തഖികൾക്ക് വേറെ ദുനിയാവിലും ആഖിറത്തിലുമായി ഒട്ടനവധി ലഭ്യമാകുന്ന നിരവധി ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. ആ ഒരു മേഖലയിലേക്ക് ഒരു തുടർച്ചയെന്നോണം അടുത്ത ഖുതുബയിൽ ഒരു എത്തിനോട്ടം നടത്താൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബിനെ പൂർണ്ണമായി ഭയപ്പെട്ടുകൊണ്ട് നരകത്തിൽ നിന്നുള്ള ഒരു സുരക്ഷയ്ക്ക് അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണോ ഒരു വിശ്വാസി ഭൂമിയിൽ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുവാനുള്ള തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരി സഹോദരന്മാർ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഷാബാൻ മാസത്തിലാണുള്ളത്. ഷാബാൻ റമദാനിനു വേണ്ടി ഒരുങ്ങാനുള്ള മാസം. എല്ലാ വർഷവും ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് വീണ്ടും പ്രത്യേകമായി ആവർത്തിച്ചൊരു ഖുതുബ നടത്തേണ്ടതില്ല എന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട മാസമാണ് ഷഅബാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന മാസമാണ് ഷഅബാൻ. ഫുൾ കംപ്ലീറ്റ് 100% റമദാനിൽ നോമ്പെടുത്തു. ചില ദിവസങ്ങളിൽ മാത്രം വിട്ട് പരമാവധി ദിവസങ്ങളിൽ നോമ്പ് വർദ്ധിപ്പിക്കുക ഷഅബാനിലെ പ്രവാചകന്റെ ശീലമായിരുന്നു എന്ന് അവിടുത്തെ പത്നിമാർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഷഅബാനിനെ ആ റമദാന്റെ 1-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 11 മാസമായി ശീലമില്ലാത്ത നോമ്പും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഒരു ക്ഷീണവും ഒരു തലകറക്കവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു മുന്നൊരുക്കം റമദാനിലേക്ക് ആരോഗ്യവാനായി നല്ല തഴക്കവും പഴക്കവുമുള്ള ഒരു അവസ്ഥയിൽ, ഒരു ഫിറ്റായ അവസ്ഥയിൽ റമദാനിലേക്കാണ് പ്രവേശിക്കണമെങ്കിൽ അതിനു മുൻപ് ഒന്ന് റെഡിയായി എക്സസൈസ് ഒക്കെ ഒന്ന് എടുത്ത് ശരിയായിരിക്കും. നോമ്പിന്റെ ഒക്കെ എണ്ണം വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് ശീലമാക്കി തുടങ്ങുക. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഷഅബാൻ 15 അത് പലപ്പോഴും വിശദീകരിച്ച് സംസാരിച്ചതാണ്. പ്രത്യേകമായ നോമ്പെടുക്കുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 15 മാത്രമായ ഒരു പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായ ദിക്റുകളോ പ്രത്യേകമായ ഖുർആൻ പാരായണമോ 15 ദിവസത്തിൽ മാത്രമായി പഠിപ്പിക്കപ്പെട്ടത് ഇസ്ലാമിനകത്തേക്ക് പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്ന ബിദ്അത്താണ്. ബിദ്അത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുതുബയിൽ പോലും സൂചിപ്പിച്ചതാണ്. കഴിഞ്ഞ ഖുതുബയിൽ പോലും ശരിയാണ്, നല്ലതാണ് എന്ന് ധരിച്ചുകൊണ്ട് സൽക്കർമ്മമാണെന്ന് ധരിച്ചുകൊണ്ട് ദുഷ്കർമ്മം ചെയ്യുന്ന ആള് ആ കർമ്മം ചെയ്ത സമയവും നഷ്ടപ്പെട്ടു, അതിന് ശിക്ഷയായിരിക്കും ലഭിക്കുക എന്ന് മനസ്സിലാക്കി. ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടാത്ത ഒരു കർമ്മം, 5 നേരം ഇസ്ലാമിലെ നിസ്കാരം, 6 വക്ത് ഒരാൾ സ്ഥിരമായിട്ട് നിസ്കരിക്കുക,
എന്താ ഈ കാണിക്കുക? നിസ്കാരല്ലേ, നല്ലതല്ലേ, റുക്കൂ അല്ലേ, സുജൂദല്ലേ, ഇഅ്തിദാലല്ലേ, സുബ്ഹാന റബ്ബിൽ അളീം എന്നല്ലേ, സുബ്ഹാന റബ്ബിൽ അഅല എന്നല്ലേ, അല്ലാഹുമ്മ ഗഫിർലി എന്നല്ലേ എന്ന് ചോദിച്ചാൽ ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ഇസ്ലാമിലില്ല. അത് ഇസ്ലാമിലില്ലാത്തതാണ്. അവൻ 6 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ 5 നേരം നിസ്കരിച്ചത് കൂടി ഫൗളായി തീരും. കാരണം അവൻ അങ്ങനെയാണ് ധരിച്ച് വിശ്വസിച്ചു പോയത്. അതുകൊണ്ട് സൽക്കർമ്മ ഏതാ, ദുഷ്കർമ്മ ഏതാ, കഴിഞ്ഞ ഖുതുബയിൽ അതാ സംസാരിച്ചത്. ഒന്ന് വേർതിരിച്ച് ശരിയായ സൽക്കർമ്മങ്ങളുമായി കൊണ്ട്, തഖ്വയുടെ മനസ്സുമായി കൊണ്ട് നമുക്ക് റമദാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സഹോദരന്മാർ ചില മരണ വാർത്തകൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്മാർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ ബർസഖിനെയും അവരുടെ ഹിസാബിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് റമദാനിന്റെ മുൻപായിക്കൊണ്ട് നമ്മുടെ പള്ളിയുടെ താഴത്തെ ഭാഗം അതിന്റെ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായിട്ട് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകൾ, എൻ്റെ മുൻപിലുള്ള ഒരുപാട് ആളുകൾ ധാരാളമായി ആ മേഖലയിലേക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരിൽ നിന്നും സമ്പൂർണ്ണമായി അതിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ആ പ്രവർത്തനങ്ങൾ ഇവിടെ നിർത്തിവെക്കുന്നില്ല. അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് അങ്ങോട്ട് നമസ്കാരം മാറിയാൽ ഈ ഭാഗവും പള്ളിയുടെ മേൽഭാഗവും നമ്മുടെ മദ്രസയിൽ ചില പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആധുനികമായ കാലഘട്ടത്തിന് അനുസരിച്ച തോതിലുള്ള ഒരു വൃത്തിയും വെടിപ്പും സംവിധാനങ്ങളും ഒക്കെ അനിവാര്യമാണ്. അതുകൊണ്ട് സാമ്പത്തികമായ സഹായങ്ങൾ ഇനിയും ആവശ്യമാണ്. ഒരുങ്ങുക. ഈ സമയത്ത് തന്നെ ഒരു ഒരുക്കവും ചില നിയ്യത്തുകളും ചില തീരുമാനങ്ങളൊക്കെ ആയിട്ട് നല്ല തീരുമാനമായിട്ട് മുന്നോട്ട് പോയാൽ അതിനുള്ള തുറവി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിത്തരും. ചെലവഴിച്ചതിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നന്മയിൽ ചെലവഴിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل البدعة والمبتدعين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على محمد وسلم والحمد لله رب العالمين.